ശബരിമല സ്വർണ്ണക്കൊള്ള സമാനതകളില്ലാത്ത സംഭവമാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി. ഓരോ പ്രതികളും ജാമ്യത്തിലിറങ്ങി തെളിവുകൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എം പി ന്യൂസ് 14 ലൈവിനോട് പറഞ്ഞു. ലോകോത്തര ബ്രാൻഡായ ഗോദ്രേജിന്റെ ഇന്റീരിയോ, കബോർഡ്, അലമാരകൾ, ലോക്കറുകൾ എന്നിവയുടെ വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും എക്കാലത്തും മികച്ചുനിന്ന 120 വർഷങ്ങളുടെ പാരമ്പര്യം. ഗോദ്രേജ് കമ്മീഷൻ ആൻഡ് ജനറൽ ഏജൻസി, NH66, ആണങ്കൂർ, കാസർഗോഡ്. ഈ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും BJPയും തമ്മിൽ പല കാര്യത്തിലും അന്തർധാരയുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയത്തെ അംഗീകരിക്കത്തില്ല എന്ന് പറഞ്ഞ ആളുകൾ, PM ശ്രീയിൽ ഒപ്പിടില്ല എന്ന് പറഞ്ഞ ആളുകൾ ആ ദേശീയ വിദ്യാഭ്യാസ നയത്തെ അംഗീകരിക്കുകയും PM ശ്രീയിൽ മുന്നണി അറിയാതെ, ക്യാബിനറ്റ് അറിയാതെ ഒപ്പിട്ട് കൊടുത്ത് അവസാനം തലയൂരുന്ന ദയനീയമായ അവസ്ഥ കാണുകയുണ്ടായി. മാത്രമല്ല, കേരളത്തിലെ സർവകലാശാലകളിലൊന്നും വൈസ് ചാൻസലർമാരില്ലാത്തൊരവസ്ഥ. ഗവർണറും മുഖ്യമന്ത്രിയുമായി കഴിച്ച നാടകത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് പരസ്പരം വൈസ് ചാൻസലർമാരെ വീതം വെച്ചെടുത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആകെ കലുഷിതമാക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. മാത്രമല്ല, സ്ത്രീ ശാക്തീകരണം, ആ ശാക്തീകരണത്തിൻ്റെ പേരിൽ തെരുവിലിറങ്ങേണ്ടി വന്ന അംഗനവാടി ടീച്ചർമാർ, ആശാ വർക്കർമാർ, കുടുംബശ്രീ അവരെ ഹോട്ടലുകൾ ആരംഭിക്കാൻ പറഞ്ഞു, സബ്സിഡി കൊടുക്കാമെന്ന് പറഞ്ഞു, അവരെ പറഞ്ഞു പറ്റിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഈ ഗവൺമെൻറ് വിശ്വാസികളുടെ ഗവൺമെൻറ് അല്ല. ഇപ്പം ഏറ്റവും അവസാനമുണ്ടായിരിക്കുന്ന വിവാദം ശബരിമലയുടെ പേരിലാണ്. ശബരിമലയിൽ സുപ്രീം കോടതിയുടെ വിധിയുടെ മറവിൽ യുവതികളെ കയറ്റി അവിടുത്തെ ആചാരത്തിനും അനുഷ്ഠാനത്തിനും ഭംഗം വരുത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഒരു ഗവൺമെൻറ്, പിന്നീട് അവിടെ ഒരു സംഗമം സംഘടിപ്പിച്ച് അതിലൂടെ ആ വിരോധം തീർക്കാമെന്ന് ധരിച്ച ഒരു ഗവൺമെൻറ് 2019 മുതൽ ശബരിമലയിൽ നടത്തിയിരിക്കുന്ന സ്വർണ്ണക്കൊള്ള സമാനതകളില്ലാത്ത സംഭവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതി ഇല്ലായിരുന്നെങ്കിൽ ഈ കൊള്ള കണ്ടുപിടിക്കാൻ ഒരിക്കലും ആകുമായിരുന്നില്ല. ഏതാണ്ട് കോടാനുകോടി രൂപയുടെ വിലമതിപ്പുള്ള സ്വർണമാണ് അവിടെ ദ്വാരപാലക ശില്പത്തിൽ നിന്ന്, കട്ടിളപ്പടിയിൽ നിന്ന്, വാതിൽപ്പടിയിൽ നിന്ന്, പ്രഭാമണ്ഡലത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി അത് വിദേശ രാജ്യങ്ങൾ കൊണ്ടുപോയി അത് വിറ്റ് കാശാക്കി. കോടാനുകോടിയുടെ ആനുകൂല്യം പറ്റി. 95 ദിവസമായിട്ടും ഒരു കുറ്റപത്രം സമർപ്പിക്കാത്തതിൻ്റെ പേരിൽ നിരവധി കേസുകൾ SIT എടുത്ത ഓരോരോ പ്രതികൾക്ക് ജാമ്യം കിട്ടി. അവരെല്ലാം പുറത്തു വന്ന് തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് SIT പ്രവർത്തിക്കുന്നതെങ്കിലും കേരള ഗവൺമെൻറ് കീഴിലാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്നുള്ളത് കൊണ്ട് ഈ അന്വേഷണം ഒരിക്കലും ശ്രീ കടകംപള്ളി സുരേന്ദ്രനിലും വാസവനിലും പ്രശാന്ത് എന്ന് പറയുന്ന അവസാനത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിലും എത്താതിരിക്കാൻ പരമാവധി ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് കുറ്റപത്രം തയ്യാറാക്കാത്തത്, അതുകൊണ്ടാണ് തൊണ്ടി മുതൽ കണ്ടെടുക്കാത്തത്. ചുരുക്കി പറഞ്ഞാൽ 2024 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലുണ്ടായ ഇടതുപക്ഷ മുന്നണിക്കുണ്ടായ ഒരു പരാജയം, ആ പരാജയത്തിൻ്റെ ആഴം വളരെ വലുതാണ്. ഒരു ഭരണമാറ്റത്തിന് ജനങ്ങൾ തയ്യാറായി കഴിഞ്ഞു.